ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ടുള്ള ബ്രെഡ് മസാലയാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് വന്നാലോ? അപ്പോൾ ഇതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക്. ഇപ്പം ഞാനിവിടെ ഇതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും ബ്രെഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ നമുക്ക് ചേർക്കുന്ന രീതിക്ക് പറയാം. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒരു സബോള, ഒരു തക്കാളി, ഇതെല്ലാം ചോപ്പ് ചെയ്തതാണ്. പിന്നെ അരമുറി ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിയില, പിന്നെ 10 സ്ലൈസ് ബ്രെഡ് അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡുകളൊക്കെ ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. കട്ട് ചെയ്ത പീസസ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് പകരം ബ്രെഡ് സ്ലൈസസ് ആയിട്ട് വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്താലും മതി. പക്ഷേ അതിലും എളുപ്പം ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതെല്ലാം ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒരു സൈഡ് ബ്രെഡെല്ലാം നല്ല ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡൂടെ ടോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റാം. എന്നിട്ട് അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം 2 ട്രിപ്പ് ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം ബ്രെഡ്. ഒത്തിരി കരിഞ്ഞു പോകാനോ ഒത്തിരി മൂത്ത് പോകാനോ പാടില്ല. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണം. ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂൺ. ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ. ഇതിന് പകരമായിട്ട് നമുക്ക് കായപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അന്നേരം നല്ലൊരു കായത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് സാമ്പാർ പൊടി അല്ലെങ്കിൽ കായപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ഒത്തിരി ഇട്ട് വഴറ്റണ്ട. ഇന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രെഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പയ്യെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അത് നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ പ്ലേറ്റിൽ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതാണ് മിക്സ്ചർ. ഈ മിക്സ്ചറും കൂടെ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്താണെങ്കിൽ കഴിക്കുന്ന ടൈമിൽ ഇതുകൂടെ ഒന്ന് കടിച്ച് കഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സവോള അരിഞ്ഞതും അതിൻ്റെ കൂടെ ഇച്ചിരി പച്ചമുളകും ഇച്ചിരി തൈരും കൂടെ ചേർത്തൊരു കച്ചമ്പർ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ നമ്മുടെ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.